പാക് അധീന കശ്മീരിൽ വമ്പൻ കലാപം നടക്കുകയാണ്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ തങ്ങളുടെ ക്ഷമ നശിച്ച ശേഷമാണ് തങ്ങൾ ഈ കലാപത്തിലേക്ക് ഇറങ്ങിയത് എന്ന റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും പുറത്തുവിടുകയാണ്. അതായത് അവർക്കവിടെ ഭക്ഷണമില്ല, വസ്ത്രമില്ല, നല്ല ആശുപത്രികളില്ല, വൈദ്യസഹായം ലഭിക്കുന്നില്ല, റോഡുകളില്ല, നല്ല റെയിൽവേ സ്റ്റേഷനുകളില്ല, എയർപോർട്ടുകളില്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലാണ് അവർ പ്രതിഷേധിച്ച് 70 വർഷത്തെ അവരുടെ സകല ഫ്രസ്ട്രേഷനും കലാപത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരിട്ട് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കില്ല, പോലീസിനെ അയച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ISI ചാരസംഘടന ഇവർക്ക് നേരെ വെടിവെപ്പ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മെഷീൻ ഗണ്ണുകൾ അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവരങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ISIയുടെ പ്രോക്സികളാണ്, അതായത് പാക് അധീന കശ്മീരിൽ തന്നെയുള്ള പ്രോക്സികളാണ് ഇവർക്ക് നേരെ വെടിവെപ്പ് നടത്തുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ പോലീസിനെയും ഇവർ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ നിന്നെത്തുന്ന പോലീസുകാരെ ഇവർ പിടിച്ചു കൊണ്ടുപോകുന്ന, അതായത് പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ പാകിസ്ഥാൻ വലിയ നാണക്കേട് ഇപ്പോൾ ഫേസ് ചെയ്യുകയാണ്. ലോക രാജ്യങ്ങളും ലോക മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഇത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വന്തം ജനതയ്ക്ക് മേൽ ബോംബിട്ടപ്പോൾ പോലും ലോക രാജ്യങ്ങളും ലോക അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതിനെ വലിയ വാർത്തയാക്കിയിരുന്നു. ഗാസയോടാണ് ഖൈബർ പഖ്തൂൺഖ്വയിലെ ബോംബിങ്ങിനെ അവർ താരതമ്യപ്പെടുത്തിയത്. ഇപ്പോഴിതാ ഈ ഒരു സംഭവം, അതായത് പാകിസ്ഥാനിലെ പോലീസിനെ അവിടെയുള്ള കലാപകാരികൾ പിടിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു സംഭവം വലിയ നാണക്കേടിലേക്കാണ് പാകിസ്ഥാനെ തള്ളിവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.